ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ എന്താണെന്നാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ള കാർഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ പേഴ്സൻ്റെ കറൻറ്റ് എനർജി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ആളുള്ളിൽ ഒരുപാട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പുറമെ ഭയങ്കര കാമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആൾ എന്തൊക്കെയോ ചിന്തകളിലൊക്കെയുള്ള ഒരവസ്ഥയായിട്ടാണ്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ആളിപ്പോൾ ഒരു ലൈഫിനെ സീരിയസ് ആയി കാണുന്നുണ്ട് എന്നാണ് നമ്മളോട് ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കാഷ്വൽ മൂഡിലൊന്നും അല്ല, ലൈഫിനെ സീരിയസ് ആയി കാണുന്നു എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ആളിപ്പോൾ സ്റ്റെബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഫ്യൂച്ചർ എന്നിവയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ വർക്ക്, കരിയർ, മണി കാര്യങ്ങളിലും ഫോക്കസ് ആൾക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം ആളുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ആളുടെ ലൈഫ് എങ്ങനെയെങ്കിലും നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് കൊണ്ടുവരണം എന്നാണ് ആളിപ്പോൾ ചിന്തിക്കുന്നത്. ആളുടെ വർക്കിൽ, കരിയറിൽ, മണിയിൽ ഒക്കെയാണ് ഇപ്പോൾ ആൾ കൂടുതൽ ആളുടെ ഫോക്കസ്. പിന്നെ ആളിപ്പോൾ ആ ഫോക്കസ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ്. ഇമോഷണൽ ബാലൻസ് ആളിപ്പോൾ തേടുന്നത്, ഇങ്ങനെ ഇമോഷണൽ ബാലൻസ് ആളിപ്പോൾ തേടുന്നുണ്ട്. അതായത് ആൾക്ക് ഇപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഇമോഷണലി ബാലൻസ് വേണം. ആളുടെ കരിയർ, മണി, വർക്ക് ഇതിലൊക്കെ ആൾക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം. അതിൽ മാത്രമാണ് ഇപ്പോൾ ആൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ഇപ്പം നമ്മളോട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ആവേശം നിറഞ്ഞ ഒരു എനർജി ഒന്നും ഇപ്പോൾ ഇല്ല ആൾക്ക്. പക്ഷേ എല്ലാ കാര്യങ്ങളും സ്ലോ ആണ്, ബട്ട് സ്റ്റഡി ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു അതിനൊരു പരിഹാരം ചെയ്യണം എന്നുള്ളൊരു ഉള്ളിലൊരു വല്ലാണ്ട് ഒരു തോന്നൽ ആളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി വന്നത്. ഇനിയിപ്പം നമ്മളിവിടെ നോക്കുന്നത് രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളിൽ വരുന്നത് റിലേഷൻഷിപ്പ്, കണക്ഷനായിട്ടുള്ള ഓർമ്മകളാണ് വരുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഓരോ ഓർമ്മകൾ, നിങ്ങൾ മുമ്പുണ്ടായ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആളുടെ മനസ്സിലേക്ക് വരുന്നത്. ഇത് വീണ്ടും ബിൽഡ് ചെയ്യുമോ എന്നൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു തോട്ട് ആളുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഈ ഒരു ബന്ധം വീണ്ടും ബിൽഡായി വരുമോ, അങ്ങനെ ആയി വരുമോ എന്നൊക്കെ ആള് ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഈഗോയും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പാഷനും ഉണ്ട്. മിക്സ് ആയിട്ടാണ് വരുന്നത്. ഈഗോ ഉണ്ട്, പക്ഷെ നിങ്ങളോട് ഒരു പാഷനും ആൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്നതിനപ്പുറം പിന്നെ ഇതിൽ നിന്ന് മൂവ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണോ എന്നൊക്കെ ആള് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമെന്നും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നും ആളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ രാത്രി സമയങ്ങളിലാണ് പകല് ആള് ജോലി, പിന്നെ ആളുടെ ആ ഒരു കരിയർ, മണി, വർക്ക് അതിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ പോലും രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചിന്തകളാണ് ഈ ഒരു ആളുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ അടുത്ത് മൂവ് ചെയ്ത് പോകണോ അല്ലെങ്കിൽ തിരിച്ചു വരണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നൊരു കോൺഫ്ലിക്റ്റ് ആളുടെ ഉള്ളിൽ, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് ഈ കാർഡുകൾ പറയുന്നത്. പിന്നെ ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ മുഴുവനായിട്ട് ഫൊർഗറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ ഒരിക്കലും മുഴുവനായിട്ട് അങ്ങനെ മറന്നു പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ആൾ മുഴുവനായിട്ട് മറന്നിട്ടൊന്നുമില്ല. പക്ഷെ ആളുടെ ഉള്ളിൽ എന്താ പറയുക, ഭയങ്കര ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഹാർട്ടും മൈൻഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ അത് ആൾക്ക് കുറച്ച് ഈഗോ ഉണ്ട്, പിന്നെ ഒരു ഫിയർ ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേബിൾ ആണ്. ഈ ഒരു സ്പ്രെഡിൻ്റെ ഈ എനർജി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഒന്നും എടുക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണുന്നില്ല കേട്ടോ.
സ്ലോലി മാത്രമേ ഈ ഒരു വ്യക്തിയിലേക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാകൂ എന്നാണ് നമ്മളോട് ഈ ഒരു റീഡിങ്, ഈ ഒരു കാർഡുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു റീഡിങ്. വളരെ ചെറിയൊരു റീഡിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ റെസനേറ്റ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളിത് എടുക്കാൻ പാടുള്ളൂ, അല്ലാത്ത നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ആർക്കും എപ്പോഴും ഏത് സമയത്തും കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു റീഡിംഗ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നന്ദി, നമസ്കാരം.